നമ്മൾ ഇന്ന ഇന്ന ആളുകളോട് കൂടി യാത്ര ചെയ്താൽ നമുക്ക് കൂടുതൽ സിനിമ കിട്ടുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്? ഇല്ല സാർ, ഇല്ല, ഒരിക്കലും ഇല്ല. സിനിമ നിമിത്തമാണ്, എന്ത് ലക്കാണ്, കുറേ ഫാക്ടേഴ്സ് വേണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഒരു പടം തന്നെ നമ്മൾ ഇന്നായിരിക്കും ഈ ദിവസം ഇന്നായിരിക്കും ഈ പടം ഒരിക്കലും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും എപ്പോഴായിരിക്കും ഇത് റിലീസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ പുറിഞ്ഞു പറയും ജോസ് എന്ന് പറയുന്ന പടം നല്ല പടം. ഇപ്പോഴും ഞാൻ പോകുമ്പോഴും 4 പേര് പറയുന്നപ്പോൾ എന്നെ ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ടാണ് വിളിക്കുന്നത്, പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. ആ പടം കഴിഞ്ഞിട്ട് ഞാൻ 4-5 കുറേ പടങ്ങൾ കമ്മിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കോവിഡ് വന്നപ്പോൾ പടങ്ങൾ പോലും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ എനിക്ക് പടം ഓടി ഒരു പടത്തിൻ്റെ ഭാഗമാണ്, അത് തെറ്റില്ലാന്ന് നല്ലോണം ചെയ്തു എന്നുള്ള അഭിപ്രായമുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാരണം കൊണ്ടൊന്നല്ല, ഈ കോവിഡ് വന്നുകൊണ്ട് ഒരു കൊല്ലം. അപ്പോൾ പിന്നെയും നമ്മൾ പിന്നെയും ആ ഒരു വേവ് ആണല്ലോ ചേട്ടാ, നമ്മളിങ്ങനെ അത് ആ ഒരു ഹിറ്റ് അത് റൈഡ് ചെയ്യാൻ പറ്റണം. അതായത് നമുക്കൊരു ഹിറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പോകണം. ഇത് ഒരു ഡൗൺ ആയി ആൾക്കാരെ മറക്കും. അപ്പോൾ സമയമാണ്, നിമിത്തമാണ്. ഒരുപക്ഷെ ആ കോവിഡ് വന്നിരുന്നെങ്കിൽ കുറേ കൂടി നല്ല പടങ്ങളുടെ ഭാഗമാകാൻ പറ്റുവാൻ. സോ ഇറ്റ്സ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ആൾക്കാരോ ഇതൊന്നുമല്ല, നിമിത്തമാണ്, സമയമാണ്. നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നമ്മൾ നാളെ സിനിമ ആണ്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പുറകെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക, നല്ല പടത്തിൻ്റെ ഭാഗമാവുക, നിങ്ങളുടെ പോലെ ഇന്റർവ്യൂസിലൊക്കെ ഇരിക്കുക, നിങ്ങൾ സംസാരിക്കുക എന്നല്ലാണ്ട് ഞാൻ പറയുന്നത് ഓണസ്റ്റ്ലി യു ഷുഡ് ബി ഔട്ട് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ അതിൻ്റെ സിനിമ അല്ല, ഞാനാണ് സിനിമേൻ്റെ പുറകെ പോകുന്നത്, സിനിമ അല്ല എൻ്റെ പുറകെ പോകുന്നത്, എൻ്റെ ആവശ്യമാണ്. സോ നമ്മളതിൻ്റെ പുറകെ നിൽക്കുക. ആരെയും ആദ്യത്തെ റൂള് കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക. ഇത് ഇന്ന കാരണം കൊണ്ട് അയ്യോ ഞാൻ അങ്ങനെ നടക്കുന്നത് നല്ലത് നമുക്ക് നാളെ ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട്. ഞാനും ഇപ്പോഴും സുഖമായിട്ട് എന്തിനാ ഈ ഏജിൽ വർക്ക് ചെയ്യുന്ന, എത്ര പടം ചെയ്തിട്ടുണ്ട്, എത്ര നാഷണൽ അവാർഡ്സ് പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, ബിഗസ്റ്റ് സ്റ്റാർസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ പുറകുള്ള പാഷൻ, ഇഷ്ടം കൊണ്ടാണ്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ആവാമല്ലോ, കുറച്ചും കൂടി സേഫർ. ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത്, അതിനോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നതെന്ന് തോന്നുന്നു. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും. നമുക്ക് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ എനിക്കിപ്പോഴുണ്ട്, ഇപ്പോഴും സിനിമയിലുള്ള ഭ്രാന്ത് എനിക്ക് തീർന്നിട്ടില്ല എന്ന് മമ്മൂക്ക പറഞ്ഞു. ഇപ്പോഴും സിനിമയ്ക്കുള്ള ഭ്രാന്താണ്, ഞാൻ അഭിനയിച്ച് തീർന്ന് ഇപ്പോഴും പഠിക്കാമെന്ന് മമ്മൂക്ക പറയുന്നത്. എൻ്റെ ഒരു ഇന്റർവ്യൂ തന്നെയാണ് പറഞ്ഞത്. ശരിയാണ്, ഈ പറഞ്ഞതിൻ്റെ ഒരു മമ്മൂക്ക വേറൊരു പോയിന്റോടെ പറഞ്ഞു, സിനിമയ്ക്ക് തന്നെയല്ല, എനിക്കാണ് സിനിമ ആവശ്യം, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാമെന്ന് മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അയ്യോ, ഞാനത് പറയണോ? ഞാൻ മമ്മൂക്കനെ എനിക്ക് ഇങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയായിരുന്നു. അതായത് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം, അതായത് നമ്മളൊന്നും അല്ല എന്ന് തോന്നുന്ന ഒരു അപ്പോൾ ഹൈദരാബാദിൽ യാത്ര എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായി മമ്മൂക്ക. അപ്പോൾ പപ്പേട്ടൻ പ്രമോദേട്ടനും മമ്മൂക്കനെ നീ എന്താ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല, അറിയാം, പക്ഷെ കണ്ടിട്ടില്ല, കാണണമെന്ന് പറഞ്ഞു. കാണണം എന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ചു, ഞാൻ ഹൈദരാബാദിലുണ്ട്, ഇവിടെ ഇന്ന ദിവസം ഞാൻ ഉണ്ടാവും, വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ മമ്മൂക്കനെ കാണാൻ പോകുമ്പോൾ എനിക്ക് എന്താ ഇപ്പോൾ മമ്മൂക്കനെ ഞാൻ എന്താ എനിക്ക് സംസാരിക്കാൻ എന്താ ഉള്ള വലിയ കാര്യങ്ങൾ എന്താ സംസാരിക്കും, എനിക്കൊരു പേടി, എന്താ സംസാരിക്കണത്. അപ്പോൾ ഞാൻ കൂടെ തനിയൊരുവൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഡയറക്ടർ രാജാ സാർ ഉണ്ടായിരുന്നു അവിടെ ഹൈദരാബാദിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് ധൈര്യത്തിന് കൂടെ വരാവോ, നമുക്കൊന്ന് കാണാവോ, എൻ്റെ കൂടെ ഒന്ന് വരാവോ ധൈര്യത്തിന് ഇവർക്കാണെങ്കിൽ സിനിമ പറ്റി സംസാരിക്കാമല്ലോ, ആധികാരികമായി സംസാരിക്കാമല്ലോ എന്നൊരു മമ്മൂക്കനെ രാജാ സാറിനെ കൊണ്ടുപോയി. അപ്പോൾ രാജാ സാർ പോകുമ്പോഴത്തേക്കും പപ്പേട്ടനും പ്രമോദേട്ടനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തനിയൊരുവൻ 2 എന്ന് പറയുന്ന പടത്തിൽ ഒരു നെഗറ്റീവ് വേഷം അദ്ദേഹത്തിന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പപ്പേട്ടൻ പ്രമോദ്. അപ്പം ഒരു അങ്ങനെ ചോദിക്കരുത്, നെഗറ്റീവ് ഒന്നും ചോദിക്കരുത്, നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സെറ്റ് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിൽക്കുന്നു, വൈകിട്ട് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്കും ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ദുൽഖറുടെ കൂടെ 1-2 പടം ചെയ്തപ്പോൾ ആ പടത്തിനെ പറ്റി പറയുന്നു, ഇങ്ങനെ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നമുക്കിത് രാജാ സാർ തനിയൊരു എന്ന് പറയുന്ന പടത്തിൻ്റെ ഡയറക്ടറാണ്. ആദ്യം ചോദിച്ചത് എന്നെ എന്താ വിളിക്കാത്തത്, തനിയൊരുണ്ട് നാഷണൽ എത്ര പടങ്ങൾ നമുക്കൊക്കെ അങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യമുണ്ടോ? പുള്ളിക്ക് അതിനോടുള്ള താല്പര്യം, നല്ല പടം, നല്ല ഡയറക്ടർ, പുള്ളിനെക്കാട്ട് എത്രയോ ചെറുപ്പമാണ് ഈ ഡയറക്ടർ. അദ്ദേഹത്തിനോട് എൻ്റെ മുമ്പ് ഞാൻ നിൽക്കുമ്പോഴാണ് എന്നെന്താ വിളിക്കാത്ത പടത്തിൽ എന്ന് ചോദിച്ചത് എൻ്റെ മുമ്പ്. അപ്പോൾ ഞാനെനിക്ക് ഇങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ സുഖേട്ടനെ എനിക്ക് നല്ലോണം അറിയാം. സുഖേട്ടാ നല്ല റോളിന് പറയണേ എന്ന് പറയാൻ മടിക്കുന്ന, സുഖേട്ടനെ പോലും മടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചാൽ ഞാൻ ഇനി ആരെ കണ്ടാലും മമ്മൂക്കൊക്കെ ചോദിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നത് എന്താ, അദ്ദേഹത്തിന് ആ മീഡിയത്തിനോടുള്ള പാഷൻ, നല്ല ക്യാരക്ടർ, നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യണം. അതിൽ ഏജ് ഇല്ല, ആളില്ല, ലാംഗ്വേജ് ഇല്ല, നല്ല ആളാണ്, നല്ല കാലിബർ ഉണ്ട്, ടെക്നീഷ്യൻ നല്ലതാണ്, നല്ല പടം ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണം.
ആ ഏജിലും ഈ ഏജിലും അങ്ങനെ ചെയ്യണമെന്നെങ്കിൽ അല്ലേ? അപ്പോൾ അതൊക്കെ ഞാൻ അതാ പറയുന്നത്. കുറെ നമ്മുടെ കുറെ സ്റ്റീരിയോടൈപ്പ് ചിന്ത. എൻ്റെ പ്രശ്നം ഞാൻ അയ്യോ എങ്ങനെ ഒരാളോട് വിളിച്ചു ചോദിക്കും, എങ്ങനെയാ നമ്മളെ അയ്യോ അവ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കും. അല്ല, നല്ല ആൾക്കാരോട് ടെക്നീഷ്യൻസിനോട് വർക്ക് നമ്മൾ തന്നെ ചോദിക്കണം, നമ്മൾ എന്നെ വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ഞാനിപ്പോൾ മടിക്കാതെ ചോദിക്കുന്ന ഒരു കാര്യം. അത് കൃത്യമാണ് കേട്ടോ. മമ്മൂക്ക ഞാൻ ആ പറഞ്ഞ കഥയിൽ വന്നപ്പോൾ നമുക്ക് ഈ കഥ കിട്ടുന്നത് ഈ ഉണ്ടയിൽ മമ്മൂക്കായിട്ട് ഒരുമിച്ച് വരും അല്ലേ, അതും ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാണാൻ പോയി ഇത് പറയുമ്പോൾ എനിക്കത് മമ്മൂക്കായിട്ട് ആദ്യം ഒരുമിക്കുന്ന ആ സിനിമയാന്ന് തോന്നുന്നു അല്ലേ? അത് ചെറിയ, പക്ഷെ ഇതിലാണ് 60 ദിവസം ഒരുമിച്ചുള്ള യാത്രയാണല്ലോ. മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതിനൊന്നും പറഞ്ഞിട്ടാണ്, പക്ഷെ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇതിപ്പോ കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് എടാ സിനിമകൾ കാണണം നിങ്ങൾ. അപ്പൊ അന്ന് കൂടുതലും ഞാൻ, ലുക്മാൻ, അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ ഒക്കെ അല്ലേ, ഗ്രിഗറി ഒക്കെയാണ്. എടാ നമുക്കിപ്പോ ഓരോ പടത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോ അയാളുടെ മറ്റേ പടം കണ്ടോ, എന്റെ ഞാൻ ചെയ്ത ഞാൻ പോലും ഓർക്കാത്ത എന്റെ പടം, ആ പടത്തിന്റെ പേരെടുത്ത് പറഞ്ഞു ഇന്ന പടത്തിൽ ഈ റോള്, ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ പോലും ഓർക്കുന്നില്ല. അങ്ങനെ ആ രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും. പഠിക്കണം, കല്യാണം കഴിക്കണം, അങ്ങനെയുള്ള പാട്ട് കേൾക്കണം. അത് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കല്യാണം പറഞ്ഞിട്ടില്ല. ഉണ്ട ചെയ്യുമ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ചന്ദ്ര കല്യാണം കഴിക്കാത്തെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് സിനിമാ നടനായതാരം കൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ട്. ആരാ? അപ്പൊ ഞാനൊരു സിനിമാ നടിയുടെ പേര് പറഞ്ഞു, ഇൻഡസ്ട്രിയിലോട് നടിയുടെ പേരാ. ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണ്? അവനിക്ക് ഇഷ്ടമാണ്. നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ കുച്ചിനെ കണ്ടിട്ടും കൂടില്ല, ഞാൻ നേരിട്ട് വിളിച്ചു പറയാം. അങ്ങനെയുള്ള തമാശകൾ. എന്നാൽ സീരിയസ് ആയിട്ട് വിവാഹം കഴിക്കണം. എന്റെ കല്യാണം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോവിഡ് സമയത്തായിരുന്നു. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പോഴും ഞാൻ മെസ്സേജ് ഒക്കെ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണുമ്പോഴൊക്കെ നമുക്ക് ഇന്നലെ രാത്രി സ്വപ്നം കാണും. അപ്ഡേറ്റ് ആണ്, മറുപടിയും തരും. സുഖമായിട്ട് നല്ല മറുപടിയും തരും. എഴുതില്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അയച്ചിരിക്കും മമ്മൂക്ക. അതാണ് മമ്മൂക്കയുടെ ഒരു വിഷയം. ലാലേട്ടൻ നേരെ മറുപടി ആയിട്ട് അയക്കും. ഇത് രണ്ടുപേരും ആ വലിയ ആളുകളാണ്, പക്ഷെ അവർക്ക് നമുക്ക് മറുപടി തരുന്ന പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. ഒരു എനിക്ക് തോന്നിട്ടുള്ളൊരു നമ്മളൊരു സിനിമാക്കാരനാണെങ്കിൽ വൺസ് മമ്മൂട്ടിയെ പോലൊരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആസ് എ പേഴ്സൺ മാത്രമല്ല, പാഷനും സിനിമയോടുള്ള പാഷനും പ്രൊഫഷണൽസും ഒക്കെ അബ്സല്യൂട്ട്ലി രണ്ടുപേർക്കും. ഞാൻ ലാൽ സാറിന്റെ കൂടെ ഞാനിപ്പോൾ ജിത്തുവേട്ടൻ ചെയ്യുന്ന ഒരു പടമുണ്ട്, റാം എന്ന് പറഞ്ഞിട്ട്. അത് പുറത്താണ്, മൊറോക്കോയിലാണ് ഷൂട്ട്. അപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന, അപ്പോൾ നമ്മളെല്ലാവരും ലാലേട്ടൻ ഇത്തിരി നേരത്തെ പോയി, കാരണം പുറത്തുനിന്ന് എവിടെ ഒന്നാണ് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്, ഫ്രാൻസിൽ നിന്നൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2 ദിവസം നമുക്ക് ലാലേട്ടൻ ഒന്ന് സിങ്ക് ആവാൻ അങ്ങനെ എന്താണ്ട് നേരത്തെ പോയായിരുന്നു ലാൽ സാർ. അവിടെ പോകുമ്പോഴത്തേക്കും ഈ ഫൈറ്റ് മാസ്റ്റേഴ്സ് അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് കോവിഡാണ്. അപ്പോൾ ആ സമയത്തായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസം ക്വാറന്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞു ലാൽ സാർ നേരത്തെ പോയി. ലാൽ സാറിൻ്റെ കൂടെ ഓൾ എക്സ്പെൻസസ് പെയ്ഡ്, ഹോട്ടൽ സ്റ്റേ. ലാൽ സാറിൻ്റെ 2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, 10 ദിവസം ഇവിടെ മൊറോക്കോ അടിച്ചു പൊളിക്കാന്നൊക്കെ. ലാൽ സാറിന് ഇതെപ്പോൾ ഷൂട്ട് ചെയ്യും. ഞാൻ വരുമ്പോഴത്തേക്കും 10 ദിവസം കഴിഞ്ഞിട്ട് മോനെ എത്ര ദിവസമായി ക്യാമറ കണ്ടിട്ടെന്ന്. അതായത് 10 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 10 ദിവസം കാണുമ്പോഴത്തേക്കും എത്ര ദിവസമായി ക്യാമറ കണ്ടിട്ടെന്ന് പറയുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ചോദിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞൊരു 10-7 കൊല്ലത്തിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വന്ന ആദ്യമായിട്ടാണെന്ന്. 10 ദിവസം. ഐ മീൻ ഇപ്പോഴും ആ മീര്യത്തിലോടുള്ള ഞാനൊക്കെ ആണെങ്കിൽ ആ സമയത്ത് 10 ദിവസം മൊറോക്കോ അടിച്ചുപൊളി, പ്രൊഡ്യൂസറിന്റെ ചെലവ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇടയ്ക്ക് പ്രൊഡ്യൂസറിന്റെ ചെലവ് പറയുന്നുണ്ട്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.